ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ അതിരാവിലെ തന്നെ ഈ ഷീറ്റ് മടക്കിയിട്ട് നന്നായിട്ട് കെട്ടിയിട്ട് മുകളിലേക്ക് കയറ്റി. അപ്പോൾ രമണീച്ചി ഹെൽപ്പ് ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ. രമണീച്ചിയെ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നില്ല, കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് വീഡിയോയിൽ വരാൻ താല്പര്യമുണ്ടോ എന്ന് എനിക്കറിയില്ല. അത് ഞാൻ പിന്നീട് ഒരു ദിവസം ഞാൻ ഈ രമണീച്ചിയെ കാണിക്കാം കേട്ടോ. എന്താ വെച്ചാൽ ഒരു വ്യക്തിക്ക് അവരൊരു നാടൻ ശൈലിയിൽ ജീവിക്കുന്ന ആളുകളാണ്. അവരെ കാണിക്കാൻ, അവരോടൊരു സമ്മതം ചോദിക്കാതെ എനിക്ക് അവരെ കാണിക്കാൻ പറ്റില്ല. അപ്പം ഞാൻ എന്തായാലും ഒരു ദിവസം അവരെ കാണിക്കാം കേട്ടോ. ശരി, ഓക്കെ. അപ്പം നമുക്ക് ഇനി ഷീറ്റ് ഇടുന്ന കാര്യം പറയാം. ഇനി ഓടെടുത്ത് മാറ്റിയിട്ട് മുകളിലേക്ക്, ഓടിൻ്റെ ഉള്ളിലൂടെ മുകളിലേക്ക് വെക്കുകയാണ് കേട്ടോ. എന്നിട്ട് ആ വിടവിലൂടെ എന്നിട്ട് പിന്നെ അവിടെ നിന്ന് അത് നിവർത്തണം. അതാണ് നമ്മുടെ പ്ലാൻ. ഇപ്പം ഞാൻ ചൂളൊക്കെ ഇട്ടിട്ട് അതിൻ്റെ മേലെ കയറി ഏകദേശം തലയിട്ട് പുറത്തേക്ക് നോക്കി നിൽക്കുകയാണ് കേട്ടോ. പിന്നെ രമണീച്ചി ഇത് ഷീറ്റ് മുകളിലേക്ക് എടുത്തു തന്നിട്ട് രമണീച്ചി പോയി. അവർക്ക് വീട്ടിൽ ജോലിയുണ്ട്. അപ്പം പ്രയാസമുള്ള ജോലി കഴിഞ്ഞപ്പോൾ അവർ പോയി. ബാക്കി ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇനി ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് വീഡിയോസ് കൂടുതലായിട്ട് എടുക്കാൻ പറ്റിയിട്ടില്ല, കാരണം ഞങ്ങൾ രണ്ടുപേരും അതിൻ്റെ മേലെ കയറി നിൽക്കുകയായിരുന്നു. അതുകൊണ്ട് വീഡിയോ എടുക്കാൻ ആളില്ലായിരുന്നു. അപ്പം എനിക്ക് മുഴുവനായിട്ടത് കാണിക്കാനൊന്നും പറ്റുന്നില്ല. എന്നാലും എടുത്ത വീഡിയോ ഒക്കെ നിങ്ങളെ കാണിക്കാം കേട്ടോ. ഏതായാലും അതിൻ്റെ ഉള്ളിലൂടെ ഞാൻ തലയിട്ട് പുറത്തേക്കൊന്ന് നോക്കി. പഞ്ചായത്തൊക്കെ ഒന്ന് ഫ്രീ ആയിട്ട് കാണാൻ പറ്റിയിട്ടോ. അതാ കാണുന്നത്, നമ്മുടെ വീടിൻ്റെ പിറകുഭാഗം കാണുന്നത്. കൊടപ്പുളി മാവും ഒക്കെ അതാ കാണുന്നത്. കുറച്ച് പ്രയാസപ്പെട്ടിട്ടായാലും എങ്ങനെയെങ്കിലും ഉച്ചയാകുമ്പോഴേക്ക് കെട്ടി തീർത്തു. പ്രധാനപ്പെട്ട കയറൊക്കെ കെട്ടിയിട്ട് ഞങ്ങൾ താഴേക്ക് ഇറങ്ങി. ഏറ്റവും മുകളിൽ അതാ മേൽക്കൂരേൻ്റെ മേലെ നമ്മൾ വെച്ച ഷീറ്റാണ് കാണുന്നത് കേട്ടോ. പിന്നെ എന്താ വെച്ചാൽ രാവിലെ മുതലും അച്ഛൻ്റെ മേലെ കയറിയിരുന്ന കാരണം ഉച്ചയ്ക്കുള്ള ഭക്ഷണമൊന്നും ഉണ്ടാക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ സ്നേഹട്ടൻ പറഞ്ഞു, നമുക്ക് പോണ വഴിക്ക് ഇന്ന് എന്തായാലും ഹോട്ടലിൽ നിന്ന് കഴിക്കാമെന്ന് പറഞ്ഞു. അല്ലാതെ വേറെ വഴിയില്ലല്ലോ. അപ്പോൾ ഞങ്ങൾക്ക് ഇന്ന് തന്നെ തിരിച്ച് പോവുകയും വേണം. ക്ലാസ് ഉണ്ട് നാളെ. അപ്പോൾ ഇന്ന് നമ്മുടെ കിണറിൽ നിന്ന് വെള്ളം മുക്കുമ്പോഴാണ് ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ചത് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഈ വെള്ളം മുക്കി കഴിഞ്ഞിട്ട് ഈ ഒരു ചെറിയൊരു സ്റ്റെപ്പ്, ഒരു പടി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ കിണറിൻ്റെ അടുത്ത്. കണ്ടില്ലേ? വെള്ളം മുക്കി കഴിഞ്ഞിട്ട് നമുക്ക് ബക്കറ്റ് വെക്കാനായിട്ടൊരു പടി. അത് ഞാൻ ഇപ്പോഴാണ് ശ്രദ്ധിക്കുന്നത് കേട്ടോ. എന്താ വെച്ചാൽ നമ്മൾ ഇപ്പോഴത്തെ കിണറുകൾക്കൊന്നും സാധാരണ അങ്ങനെ ഉണ്ടാക്കൂല. പക്ഷേ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഒരു കാര്യം ഉണ്ടല്ലോ, നമ്മൾ വെള്ളം മുക്കിക്കഴിഞ്ഞ് ബക്കറ്റ് താഴെ വയ്ക്കുമ്പോൾ അതിന് മണ്ണ് കൂടിയൊക്കെ ആവുമല്ലോ. പക്ഷേ ഇങ്ങനെ ഒരു പടി ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് മുക്കിക്കഴിഞ്ഞിട്ട് ആ ബക്കറ്റ് ക്ലീനായിട്ട് അവിടെ വയ്ക്കാം അല്ലേ. അപ്പോൾ അന്നത്തെ ആ ഒരു ദീർഘവീക്ഷണം എന്താല്ലേ, അതാ ഞാനിങ്ങനെ ശ്രദ്ധിച്ചത്. അപ്പോൾ ശരി, നമ്മളേതായാലും പെട്ടെന്ന് ഒരു ലൈറ്റായിട്ടുള്ള ഫുഡ് കഴിച്ചു. എന്നിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ പോകുന്ന വഴിക്ക് ഇന്നിപ്പോൾ കുറച്ച് പ്രയാസമുള്ളൊരു ജോലി ചെയ്ത് കഷ്ടപ്പെട്ട അല്ലേ. അപ്പം അച്ഛൻ്റെയൊക്കെ മേലെ കയറി കുറച്ച് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് കാരണം എനിക്ക് സ്നേഹട്ടൻ ബിരിയാണി വാങ്ങി തന്നു കേട്ടോ. അപ്പോൾ അതാണ് ഇന്നത്തെ വിശേഷം. ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. വീണ്ടും അടുത്തൊരു വീഡിയോയിൽ വരാം. നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്.